ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അളിയനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അളിയനാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ അളിയൻ. നമ്മൾ കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ വാഹനങ്ങൾ വൃത്തിയായും വാഹനത്തിൻ്റെ ആയുസ് എങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഒരു പ്രഷർ വാഷ് വഴി എങ്ങനെ വാഹനം വൃത്തിയാക്കുക എന്നുള്ളതിനെ പറ്റിയാണ് തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രഷർ വാഷർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നോക്കുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 1600 വാട്ട്സിൻ്റെ പ്രഷർ വാഷറാണ്. ഇതിലും കുറഞ്ഞ എനർജി ഉപയോഗിക്കുന്ന പ്രഷർ വാഷേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ വാഹനം കഴുകാനും അതേപോലെ കൃഷി ആവശ്യത്തിന് ഉള്ളതും ഒക്കെ ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഈ 1600 1300 മുതലുള്ള വാട്ട്സ് മുതലുള്ളതുണ്ട്. ഇതിന് 420 ബാരാട്സ് മുതൽ ബാരാട്സ് വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 450-430ഓളം ലിറ്റർ വെള്ളം ഒരു മണിക്കൂർ കൊണ്ട് ഇത് പമ്പ് ചെയ്യാൻ പറ്റും. ഇനി സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാത്തിനും സെയിമായിട്ട് ഒരു വാട്ടർ ഗണ്ണാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി കണക്ടറെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഹോസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ പ്രഷർ വാഷറാണ്. പൊതുവെ ബ്ലാക്ക് ആൻഡ് ഡെക്കർ, കാഷർ, പിന്നെ ബോഷ് ഇതൊക്കെയാണ് ഇതിലത്തെ നല്ല കമ്പനികൾ. ഒരുപാട് ചൈനീസ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഉദാഹരണമുണ്ട്. അതിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റിനെ പറ്റിയൊന്നും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എക്സ്റ്റൻഷൻ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 1.5 mm കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ഇപ്പം ഇതിലേക്ക് ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള ഹോസ് ഇത് വേറെ ഇതിൻ്റെ ആയിരുന്നു, പ്രഷർ പമ്പിൻ്റെ ആയിരുന്നു. അത് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നില്ല. അതിന് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. തൽക്കാലം ഞാൻ ഇവിടെ ഈ ഒരു കേസിൽ കണക്ടർ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്, പക്ഷേ ടാപ്പിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളത് കിട്ടുന്നില്ല. അതാണ് ഒരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഷറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മഡ് ടയർ ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി വെഹിക്കിൾ, അതും ഓഫ് റോഡ് ഉപയോഗിക്കുന്നതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം ഈ ചുവന്ന മണ്ണൊക്കെ മുകളിൽ വരെ പറ്റിപ്പിടിച്ച് മഡ് ടയർ ആകുമ്പോൾ ഒരുപാട് ചെളി വരയ്ക്കുന്ന കാരണം ഈ ഒരു പ്രഷറെങ്കിലും വേണം. സ്കൂട്ടർ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഈ 1200-1300 വാട്ട്സിൻ്റെ തന്നെ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് ചാർജ് ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള ടോയ്ലറ്റ് അതൊക്കെ കഴുകാനാണെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ്. തൽക്കാലം കണക്ടർ ഇല്ലാത്ത കാരണം നമ്മളൊരു ബക്കറ്റിലേക്കാണ് ഈ ഇൻപുട്ട് ഹോസ് ഇടുന്നത്. ഇതാണ് നമ്മളെ വേറെ ഇത് വരുന്നത്. ഇതിൻ്റെ ഒപ്പം ഷാമ്പൂനുള്ള ഒരു ബോട്ടിൽ. ഇങ്ങനെയുള്ള ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് കുറഞ്ഞ ചിലവ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷാമ്പു ആണെങ്കിലും വെള്ളമാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി മതി എന്നുള്ളതാണ്. ഇനി ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഈ സ്ലോട്ട് ആ ഗ്രൂവിലേക്ക് പ്രസ് ചെയ്യാം, തിരിക്കാം. ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. 0 1
ഉണങ്ങി പിടിച്ചിട്ട് അഴുക്കൊക്കെ ചെറുതായൊന്ന് തുണി വെച്ച് ഇളക്കുകയാണെങ്കിൽ പ്രഷർ വാഷർ വെച്ച് കംപ്ലീറ്റ് ആയി പോകും. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റെയിനായിട്ടെങ്കിലും അവിടെ ഇരിക്കുന്നത് കാണാം. പോകാതിരിക്കുന്ന അഴുക്ക് ഏറ്റവും അടുത്തുകൊണ്ടായി ഗൺ അപ്ലൈ ആണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞ ഈ കോർണേഴ്സിലൊക്കെ ആണ് നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം വരിക. ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് എത്ര വരച്ച് കഴിഞ്ഞാലും അങ്ങനെ പോകില്ല. ഇപ്പോൾ ഇതുപോലുള്ള സ്ഥലം കുറഞ്ഞ വിസ്താരം കുറഞ്ഞ നമ്മളെ കൈ എത്താനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ. വീലിൻ്റെ അവിടെ വരുന്നതൊക്കെ ഇത് വെച്ച് തന്നെ പിന്നെ ഇതുപോലുള്ള കോസ്റ്റൽ ഏരിയസിലാണെങ്കിൽ എപ്പോഴായാലും മഴവെള്ളത്തിൽ ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും നിലത്ത് വീണ് കഴിയുമ്പോൾ. അത് ഈ ഭാഗങ്ങളിലൊക്കെ വാഹനത്തിന് തുരുമ്പ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം അണ്ടർ ബോഡി കോട്ടിങ് അടിച്ച് ഉപയോഗിക്കാമെന്നായിരിക്കും കുറച്ചും കൂടി വാഹനങ്ങൾ ഈട് നിൽക്കണമെങ്കിൽ നല്ലത്. കാരണം ഫങ്ഷണൽ പാർട്സിനേക്കാളധികം ബോഡി പാർട്സിനാണ് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുകയാണെങ്കിലും ചിലവ് കൂടുതൽ വരിക. രണ്ട് വാഹനങ്ങളുടെയും ഡിസൈനിലുള്ള വ്യത്യാസം കാരണം ആക്റ്റീവയിൽ കഴുകണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ഒരുപാട് ഷീറ്റ്, ഒരുപാട് ജോയിൻസ് വരുന്നുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് പാർട്സ് കൂടുതലുണ്ട്. അങ്ങനെയുള്ളതാണ്. മറ്റേതാകുമ്പോൾ വളരെ സ്മൂത്താണ്, വളരെ ഈസി ഡിസൈൻ ആയതുകൊണ്ട് ഐ കാച്ചിങ് മാത്രമല്ല കഴുകാനൊക്കെ ആണെങ്കിലും എളുപ്പമുണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്ലൂയിഡിക്കായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അഴുക്കൊക്കെ വേഗം പോകും. അധികം വാഹനങ്ങൾ തുരുമ്പൊടിക്കലത് ഈ ഇപ്പോൾ വലിയ വാഹനങ്ങളാണെങ്കിൽ മഡ്ഗാർഡ് ആ ഭാഗങ്ങളിലാണ് തുരുമ്പൊടിക്കുക. അവിടെ ചെളി നമ്മൾ സാധാരണ കൈ കൊണ്ട് കഴിയുമ്പോൾ അവിടെയുള്ള ചെളി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വേഗം തുരുമ്പൊടിക്കും. വലിയ വാഹനങ്ങളിൽ അത് കൂടുതലാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ആണെങ്കിലും കാണാം ഉള്ളിൽ ആ അഴുക്ക് നിൽക്കുന്ന കാരണമാണ് ഇവിടെ തുരുമ്പ് ഇങ്ങോട്ട് മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി മിക്കവാറും ഇത് മാറ്റേണ്ടി വരും. തന്നെ കണക്ട് ചെയ്യണം അതിൻ്റെ നോർമൽ നോസിൽ. സ്ലോട്ടിൽ തന്നെ ഫിറ്റ് ആവുമെന്ന് സൂക്ഷിച്ചാൽ മതി. കാണാം. ആർക്കും ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെ പേഴ്സണൽ യൂസിനായിട്ട് ഇറക്കുന്ന, പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് ഡെക്കറൊക്കെ പോലുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ അവർ US എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അവർ പേഴ്സണൽ യൂസിനുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാകെ സ്ക്രൂ ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പോർട്ടബിളായ. ബാക്കി US അങ്ങനെയുള്ളിടത്തൊക്കെ ഒരു പോർട്ടബിളായ സാധനവും ആൾക്കാർക്ക് ദൂരപ്രദേശങ്ങൾ വരെ ചാർജ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള ബാറ്ററി വരുന്ന സാധനങ്ങളാണ് ഇവരുടെ എല്ലാം. ഇന്ത്യയിലാകെ ഒരു പ്രൊഡക്റ്റ് മാത്രമേ പോർട്ടബിളായിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം തന്നെ റിലയബിളാണ്. ഇപ്പോൾ ബോഷ് ആണെങ്കിലും കാർഷറിൻ്റെ ആണെങ്കിലും ഒക്കെ വർഷങ്ങളായി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻ്ററുകളിൽ എല്ലാ മേജർ സിറ്റീസിലും ഉണ്ട്. ഏതിൻ്റെ ആണെങ്കിലും ഇങ്ങനെയാണ്.
ഓടുന്ന വാഹനം ആയതുകൊണ്ടാണ്. മഴക്കാലത്തൊക്കെ വാട്ടർ ലോഗിങ് കാരണമൊക്കെ വെള്ളം കൊണ്ട് കാരണമുണ്ടായിരിക്കും. എന്തായാലും അറിയാം, കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഉണങ്ങി പിടിച്ച കറയൊക്കെ പോക്കാനാണെങ്കിൽ ഇത് നേരെ ഇതിന് പെർപെൻഡിക്കുലറായ സർഫേസിന് പെർപെൻഡിക്കുലറായി വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഇനി അത് ഒരു വൈപ്പ് ചെയ്യുന്ന എഫക്റ്റാണ് കിട്ടണമെങ്കിൽ ചെരിച്ച് പിടിച്ചിട്ട് റിമൂവ് ചെയ്യാം. എല്ലാവരുടെയും ഒരു ധാരണയാണ് ഈ ഇപ്പം വാട്ടർ സർവീസിൽ കൊടുത്താലേ വണ്ടി വൃത്തിയാവുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഉപകരണം വാങ്ങുമ്പോൾ അതിൻ്റെ പലതരം കൺവീനിയൻസ് ഉണ്ട്. നമുക്ക് സമയത്തിൻ്റെ ഉണ്ട്, ലൊക്കേഷൻ്റെ ഉണ്ട്, പണത്തിൻ്റെ ഉണ്ട്. അങ്ങനെ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു ഉപകരണം ആ എല്ലാ ബോക്സിലും ടിക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് യാത്രയാണ്, എല്ലാ ദിവസവും കൊണ്ടുപോയി വാട്ടർ സർവീസിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല നിലയ്ക്ക് അഴുക്കാവുന്നതാണ്. പിന്നെ പണത്തിൻ്റെ വലിയ വാഹനത്തിനാണെങ്കിൽ നമ്മൾ താഴെ മുകളിലും കഴുകണമെങ്കിൽ മാത്രം 600 രൂപയോളം കൊടുക്കണം. അത് സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് കൂടി വരുവുള്ളൂ. വണ്ടി വൃത്തിയാണെന്നുള്ളതാണ് നമ്മളെ ആവശ്യം. അത് നമ്മളെ വീട്ടിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ അതല്ല എളുപ്പമാർഗം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പമ്പിന് 9,000-ൻ്റെയും 10,000-ൻ്റെയും ഇടയ്ക്കാണ് ഏത് കമ്പനിയിലാണെങ്കിലും വില വരുന്നത്. ചുരുങ്ങിയ കുറഞ്ഞ ജല ലഭ്യതയുള്ള സ്ഥലങ്ങളിൽ വരെ ഇത് ഒരു നല്ല ഒരു പ്രതിവിധിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അധികം വെള്ളം ചിലവാകില്ല. ഒരു ബക്കറ്റോ 2 ബക്കറ്റോ വെള്ളം ഉണ്ടെങ്കിൽ SUV വരെ കഴുകാവുന്നതാണ്. പിന്നെ നമുക്ക് സൗകര്യമുള്ളതനുസരിച്ച് ഇപ്പോൾ നാളെ ഏതെങ്കിലും സർവീസ് സെൻ്റർ തുറക്കുമെന്നും പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ കഴുകാവുന്നതാണ് വലിയ വാഹനങ്ങളിൽ. അതാണ് എനിക്ക് ഈ ഒരു എക്യുപ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. അല്ല, അടുത്ത തവണ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ, നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോകളുമായി വരുന്നവരെ ബൈ. സപ്പോർട്ടും സഹകരണവും, ഇനി എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതും പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.